നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഞാനിന്ന് നിൽക്കുന്നത് ആര്യനാടിന് സമീപമുള്ള കാർമേൽ വൃദ്ധസദനത്തിലാണ്. ഏകദേശം ഒരു 15ഓളം വൃദ്ധരായിട്ടുള്ള അന്തേവാസികളാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ അന്വേഷിക്കാം. എൻ്റെ പ്രിയ സുഹൃത്തും കുറ്റിച്ചക്കാരനായിട്ടുള്ള ബിജുവിൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവമാണ് പുള്ളി ചിന്തിക്കുന്നത്. വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കാതെ ആ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ഇവിടെ വന്ന് വൃദ്ധരായിട്ടുള്ള അമ്മമാർക്കൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നെയും ഇവിടേക്ക് എത്തിച്ചത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണെന്ന് ബിജുവിനോട് തന്നെ ചോദിക്കാം. ബാക്കി കാഴ്ചകളിലോട്ടും പോകാം. എന്താണ് ബിജു ഇങ്ങനെ ഒരു ചിന്താഗതി കാരണം? അത് പ്രധാനമായിട്ട് നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളെ ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് വളരെ ആഡംബരമായിട്ടൊക്കെയാണ് ആഘോഷിക്കുന്നത്. ഞാനത് പലതും കണ്ടിട്ടുണ്ട്. പല ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ മക്കളുടെ കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഓർത്ത് വേറൊന്നുമില്ല. അപ്പം എല്ലാവരുമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് അമ്മമാർ ഈ കർമ്മയിൽ വൃദ്ധസദനം എന്ന സ്ഥാപനത്തിലുണ്ട്. മുന്നേ, അതായത് ഒരു വർഷം മുന്നേ 2024 ഏപ്രിലിൽ എൻ്റെ ഇളയ മകളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 1ാമത്തെ വയസ്സ്. അത് ഞാൻ ഇവിടെ വെച്ചാണ് ഈ അമ്മമാർക്കൊപ്പമാണ് ആഘോഷിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മൂത്ത മകളുടെ മോൻ്റെയാണ് 1 വയസ്സ് കഴിയുന്ന ബർത്ത്ഡേ. അതും ഈ അമ്മമാർക്കൊപ്പം അവർക്കൊരു അമ്മമാരുടെ പ്രാർത്ഥന, അമ്മമാരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാനാണ് വീട്ടിലുള്ള സകല പരിപാടി ഒഴിവാക്കിയിട്ട് ഞാനും എൻ്റെ കുടുംബവും, അതായത് എനിക്ക് 2 പെൺകുട്ടികളാണ്, എൻ്റെ 2 മക്കൾ, എൻ്റെ ഭാര്യ, ഒരു മരുമകനാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. ഒരു മകൻ പുറത്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഒരു മരുമകനും ചെറുമകളും ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ അമ്മമാർക്കൊപ്പം ഒരു കേക്ക് കട്ട് ചെയ്ത് അമ്മമാർക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണവും കൊടുത്ത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വസ്ത്രവും കൊടുത്ത് ഓരോരുത്തർക്കും ഓരോ വസ്ത്രവും കൊടുത്ത് ആഘോഷിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ സുമേഷിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏകദേശമുള്ള കാര്യങ്ങൾ അറിയാം. വ്യത്യസ്തമായ പല കാര്യങ്ങളിലും സുമേഷ് എനിക്ക് സപ്പോർട്ടാണ്. മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്ക് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മകളുടെ മുടി RCCയിലെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി സംഭാവന ചെയ്തു അല്ലേ? അങ്ങനെ ഒരു സംഭവം അതോടെ ഒന്ന് പറഞ്ഞാണ്. അത് തന്നെയാണ്. അതും എൻ്റെ മകള് പറഞ്ഞതെന്ന് വെച്ചാൽ പലരെയും കാര്യങ്ങൾ കാണുമ്പോൾ ഒരു സങ്കടം എൻ്റെ മക്കൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇളയ മകളുടെ മുടി ദാനം ചെയ്തു. അതായത് ക്യാൻസർ പേഷ്യൻറ്റിന് വിഗ് നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. കാര്യം അതൊക്കെ എന്ന് വെച്ചാൽ ഞാനൊന്നും പറയാതെ തന്നെ എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനാണ് അത് ചെയ്തത്. അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ മോളും ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനമോ കാര്യങ്ങളൊന്നുമല്ല, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അതുപോലെ ഞാനിപ്പോൾ സുമേഷിനോട് പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു വീഡിയോ കവർ ചെയ്ത് ഇങ്ങനൊരു ന്യൂസ് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിക്കാം. കാര്യം ഇതുപോലുള്ള എല്ലാവരെക്കാളും ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരിവിടെ ഉണ്ട്. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഉടുവസ്ത്രം കൊടുക്കാനോ ഉള്ള മനസ്സ് നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സംഭവം വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്താഗതി നമുക്കുണ്ടായതും. ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ, അതായത് ഇനി ചിന്തിക്കുന്നത് മുമ്പിലോട്ട് പോകുമ്പോൾ സമൂഹം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് വരെ മുമ്പിലോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥന കൂടെ വെച്ചുകൊണ്ട് ബാക്കി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നന്ദി, നമസ്കാരം. ഒന്നര കത്തിരി അടുത്ത പള്ളി എടുത്ത് കത്തി കൈ നോക്കണേ. വേണ്ട, ഞാൻ എത്തിക്കാം. ആഹാ, സെറ്റാണല്ലോ. ആ, അടിപൊളി. കട്ട് ചെയ്യിപ്പിലാണ് കൊണ്ട് എടാ. ആ, ഓക്കെ.
ആ കട്ട് ചെയ്തിക്കോ. ഒരു പീസ് എടുത്തേക്കോ. കേക്കിന്റെ പുറത്ത് വീടല്ലേ? ആ സാരല്ല. മധുരമുണ്ട്. കൊള്ളാം 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 കൊള്ളാം. കുറേ ചോദിച്ചോട്ട് താഴെ ബാക്കി നിനക്ക് അങ്ങനെയല്ല. കർമ്മേൽ ഓൾഡ് ഏജ് ഹോം എന്ന ഈ സ്ഥാപനം 2003 ഇത് ആരംഭിക്കുന്നത്. പ്രാരംഭത്തിൽ ആരും സംരക്ഷിക്കുവാനില്ലാതെ ഭിക്ഷാടനം നടത്തി റോഡിൻ്റെ അരികിൽ കിടന്നും ആരും കൊണ്ടുപോകാനും പോകാനും നോക്കാനുമില്ലാത്ത തികച്ചും അനാഥരായ പിതാക്കന്മാരെയും അമ്മച്ചന്മാരെയും എടുത്താണ് ഞാൻ ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇതിൻ്റെ പിന്നിൽ ദൈവം തന്നെയാണ് ഞങ്ങളെ നടത്തുവാൻ എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പലരും ഇതേപോലെ കടന്നു വന്ന് ബർത്ത്ഡേ ആണ്ട് ഇങ്ങനെയുള്ള പല ഫംഗ്ഷനും ഇവിടെ നടത്താറുണ്ട്. തികച്ചും അർഹരായവരെ ആണ് ഈ സ്ഥാപനത്തിലെടുക്കുകയും ഒരു ഓർഫനേജിൻ്റെ അന്തരീക്ഷത്തിലല്ല, ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഞാൻ നടത്തി വരുന്നു.
വീട്ടിൽ കിട്ടാത്ത ഭക്ഷണം, വീട്ടിൽ കിട്ടാത്ത സ്നേഹം, പരിചരണം, സംരക്ഷണം, ഇതെല്ലാം ഇവിടെ അവർക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ രീതിയിൽ തന്നെ അവർക്ക് ഇവിടെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ മറ്റൊന്നും കുറവ് വരാതെ തികച്ചും സ്നേഹത്തിലും നല്ല സംരക്ഷണയിലും തന്നെയാണ് അവരെ നടത്തി വരുന്നത്. ഏകദേശം 23 വർഷത്തോളമായി ഈ സ്ഥാപനം നടത്തി വരുന്നു. ഇന്നുവരെയും നടത്തുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് പൂർണ്ണ മഹത്വവും നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ നിലവിൽ 15 പേരുണ്ട് അമ്മമാർ. ആണ്ട്, ബർത്ത്ഡേ, പിന്നെ ഇതുമല്ല മിക്ക ഫങ്ഷനും ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഇവിടെ എല്ലാ ജാതിയിൽപ്പെട്ടവരുണ്ട്. ഇവിടെ സമുദായം നോക്കാറില്ല, മതം നോക്കാറില്ല. തികച്ചും മനുഷ്യൻ എന്നുള്ള ആ പരിഗണന കൊടുത്ത്, കാരണം എൻ്റെ എയിമും അത് തന്നെയാണ്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇത് എൻ്റെ വൈഫ് അഞ്ജന. ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകൻ ഇവാൻ ഈശ്വർ. താമസിക്കുന്നത് ഞങ്ങൾ കുറ്റിച്ചിലാണ് താമസിക്കുന്നത്. കുറ്റിച്ചിൽ തേങ്ങാടാണ് താമസിക്കുന്നത്. ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒന്നാമത്തെ പിറന്നാളായിരുന്നു. ഞങ്ങൾ മറ്റുള്ളവരെല്ലാം അവരെ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് നല്ലൊരു ഗ്രാൻഡായിട്ട് അവരെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ച് ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വേറിട്ട് നമ്മുടെ ഇതേപോലെ കർമ്മൽ വൃദ്ധസദനം ആരനാട് അവിടെ ഒരു 10-20ഓളം ഒരു അമ്മമാർ ഒരു സംരംഭമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കുഞ്ഞിനൊരു കേക്ക് കട്ട് ചെയ്ത് അവർക്ക് ഒരു ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണവും കൊടുത്ത് അങ്ങനെ കട്ട് ചെയ്ത അവരൊരു അനുഗ്രഹവും എല്ലാം അവർക്കൊരു വളരെ സന്തോഷമാവും. അവരെ അനുഗ്രഹവും പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഉണ്ടാവും. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ എങ്ങനെ തീരുമാനം